ഇന്ന് ഞാൻ റോയൽ കമ്മീഷനിലെ ബീച്ചിലാണുള്ളത് കേട്ടോ. നിങ്ങൾ കാണാം, എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്ന ബീച്ചാണ് കേട്ടോ. അതായത് ഇതിങ്ങനെ നോക്കിയാൽ ഇവിടെ ഇത് കുളിക്കാൻ ഉള്ള ബീച്ചാണ്, പക്ഷേ അത് ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഡേഞ്ചറസ് ഏരിയ ആണ്, ഇവിടെ സ്വിം ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ യെല്ലോ ബോർഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് സ്വിം ചെയ്യാം, റെഡ് ബോർഡുള്ളിടത്തൊന്നും സ്വിം ചെയ്യാൻ പാടില്ല കേട്ടോ. അവിടെയൊക്കെ വയലേറ്റർ ഷാൽ ബി സബ്ജക്റ്റ് ടു പെനാൽറ്റീസ് എന്നാണ് എഴുതിയേക്കണം കേട്ടോ. ഇവിടെയൊന്നും പാടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈഫ് ഗാർഡിന് വേണ്ടിയിട്ട് വലിയൊരു ഗാർഡ് റൂം ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടെ ഒരു നേരത്തെ ഒരു ഇരുമ്പിലുള്ള ഒരു ഗാർഡ് റൂമുണ്ട്, അതാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ചൂടത്തൊന്നും അവിടെ എ സി ഇല്ലാതെ ഗാർഡിന് ഇരിക്കാൻ പറ്റില്ല. അത് കാരണം ഇപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഗാർഡ് റൂമുകൾ ഉണ്ടാക്കുക, 1 2 3 4 ഇങ്ങനെ ബീച്ച് മൊത്തം ഗാർഡ് റൂമുകൾ ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനെ അംബർലാസും ഉണ്ട് കേട്ടോ. ഇവിടെ ട്രഡീഷണൽ അംബർലാസ്, അതായത് ഈന്തപ്പനയുടെ ഓല കൊണ്ട് ഇങ്ങനെ അംബർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ കുറേ ഇങ്ങനെ ബീച്ചിൽ കുളിക്കുന്നുണ്ട്. സീക്കുള്ളിൽ ഇങ്ങനെ ഒരു വാള് പോലെ നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ നെറ്റിൻ്റെ അപ്പുറം നമ്മൾ ക്രോസ് ചെയ്ത് കുളിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, വലിയ ആഴമൊന്നുള്ള സ്ഥലമല്ല. എന്നിരുന്നാലും ഒരാളിന് മരിക്കാനൊക്കെ ഇവിടെ തന്നെ ഈ ആഴം തന്നെ മതി. ഇപ്പോൾ ചൂടുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ആൾക്കാർ കുറവാണ് ഇവിടെ. എന്തായാലും നമുക്കിന്ന് ബീച്ചിൽ ഒരു വലിയൊരു സംഭവം കാണാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ബീച്ച് മാത്രമല്ല, ഇതിലൊരു സംഭവം കാണാനുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശരിക്കും നമുക്ക് ഇനിയിപ്പോൾ അത് കാണാനായിട്ട് പോവാം. എന്തായാലും ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അതുപോലെ ലൈക്കും ബെൽ ബട്ടണും ഒക്കെ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോഴും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബീച്ചിലെ ഒരു ഫുഡ് റിലാക്സേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം നിങ്ങളെ കാണിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നത് ഈ റിഫ്ലക്സോളജി പാത്വേ, അതായത് നമ്മുടെ കാലിൻ്റെ മസാജാണ് കേട്ടോ. കാലിൻ്റെ ഉള്ളംകാല് നമ്മളെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പാത്വേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഹെൽത്ത് റിഫ്ലക്സോളജി പാത്വേ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൾട്ടർനേറ്റീവ് തെറാപ്പി ടു re-energize blood circulation in the body. The reflexology is cordier made of smooth river stones divided into 3 stones. അത് മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ചെറുത്, വലുത്, പിന്നെ ഏറ്റവും വലുത്. അങ്ങനെ ഇതെല്ലാം റിവർ സ്റ്റോണുകളാണ്. ഏതോ നമ്മുടെ സൗദി അറേബ്യയിൽ നിന്നുള്ള റിവർ സ്റ്റോൺ ആണോ അതോ വേറെ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതാണോ എന്നറിയില്ല. ഇത് 3 ടൈപ്പ് ഓഫ് റിവർ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇതിന് ഇത് കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഈ നമ്മൾ കാണാത്ത ഭാഗങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ ഒരു മൈൻഡിൽ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കിയാൽ നമ്മുടെ ഫ്രൂട്ടിലുള്ളത് ഐസ്, ലങ്, ലിവർ, ഹാർട്ട്, സ്റ്റൊമക്ക്, ബ്ലഡർ, ഇങ്ങനെ ഓരോരോ ഇത് അവർ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുഡിൽ ഇത്രത്തോളം സാധനങ്ങളുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ വെയിൻസ് ഫുഡിൽ നിന്ന് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും കാലിലുള്ളതല്ല. ഇത്രയും വെയിൻസ് ആ ഭാഗത്തേക്ക് പോകും. അതായത് നമ്മൾ ഈ കാലിന് എത്രത്തോളം മസാജ് കൊടുക്കുന്നു അതിൻ്റെ ഉള്ളം കാലിന്, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പാർട്സിനൊക്കെ അത്രത്തോളം റിലാക്സേഷൻ കിട്ടുമെന്നുള്ളതാണ് ഈ പാത്വേയിൽ കൂടി നമുക്ക് നടന്നാൽ കിട്ടുന്ന ഒരു ഉപയോഗം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റിഫ്ലക്സോളജി പാത്വേയിലേക്ക് നടക്കാം കേട്ടോ. ഈ കാണുന്നതാണ് ഇത് ചെറിയ റിവർ സ്റ്റോൺ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കണം. അപ്പോൾ ശരിക്കും കാലിൻ്റെ എല്ലാ ഭാഗത്തും ഈ കല്ലുകൾ ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇതിങ്ങനെ നോക്കിയേ, ഇതിപ്പം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ചെറിയ കല്ലുകൾ ഏറ്റവും ചെറുത് കഴിഞ്ഞു. അടുത്തത് ഇതേ കണ്ടേ, കല്ല് കൊണ്ടുവന്നിട്ടാണ് ഈ റിലാക്സേഷൻ്റെ ഫുഡ് മസാജിനുള്ള വേ ഉണ്ടാക്കിയിരിക്കുന്നത്, പാത്ത് വേ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇതാദ്യം ഈ ഒരു സ്റ്റെപ്പ് ചെറിയ കല്ലുകൾ കൊണ്ടാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മീഡിയം സ്റ്റോൺസ്, അതിൻ്റെ നെക്സ്റ്റ് സൈസാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട്, കല്ല് നല്ല പഴുത്ത് കിടക്കുകയാണ്, ദോശ ചൂടാം ആ രീതിയിലുണ്ട്. ഇപ്പം ഇതിങ്ങനെയാണ്.
അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്കും വലിയ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് മീഡിയം സ്റ്റോൺസ്. അത് കുറച്ച് പരന്ന കല്ലുകൾ. നേരത്തെ നമ്മൾ ആദ്യം കയറിയത് തീരെ ചെറിയ കല്ലുകൾ, പക്ഷേ കുറച്ച് ഉരുണ്ട കല്ലുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഇത് കുറച്ച് പരന്ന കല്ലുകളാണ്. അത് കഴിഞ്ഞ് നോക്കിയ കല്ലുകളാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ ശരിക്കും വലിയ കല്ലുകളാണ്. ഇവിടെ അതുകൊണ്ട് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൈപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു കല്ലിൽ തന്നെ നമുക്ക് ഒരു കാല് വെക്കാൻ പറ്റും, ആ രീതിക്കുള്ള കല്ലുകളാണ്, വലിയ കല്ലുകൾ. ഈ സൈസൊക്കെ എവിടെ നിന്ന് റിവർ സ്റ്റോൺസ് കിട്ടിയെന്ന് എനിക്കറിയില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്, പഴുത്ത് കിടക്കുക, ഒരു രക്ഷയില്ല. ഈ ചൂട് സമയത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും ഇവിടെ തിരക്കായിരിക്കും കേട്ടോ. ആൾക്കാരെല്ലാം നടക്കാൻ വരും, നടന്നിട്ട് പിന്നെ ഈ കല്ലിൽ കൂടി ഇങ്ങനെ നടക്കും കുറേ പ്രാവശ്യം. അതായത് കാലിന് നല്ല എക്സസൈസാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇവിടെ ഒരു കാലിനോളം വ്യാപ്തിയുള്ള കല്ലുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടേഴ്സിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരിക്കണം ഇതുണ്ടാക്കിയിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ഇതിൽ കയറി നടക്കുമ്പോഴത്തേക്കും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള സേഫ്റ്റി ഇതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൽ പിടിച്ച് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. ഈ കല്ല് ഇങ്ങനെ കുറച്ച് പൊന്തിയിട്ടാണ് ഇരിക്കുന്നത്, ഒരു കാലിൻ്റെ വലുതും ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കൂടി ഇങ്ങനെ നടന്ന് ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. ഓ മൈ ഗോഡ്. അതിപ്പോൾ ആദ്യം ചെറിയ കല്ലുകളിൽ കൂടി നടന്ന് പിന്നെ അത് മീഡിയം, പിന്നെ അത് കഴിഞ്ഞിട്ട് വലുത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും മീഡിയം, പിന്നെ വീണ്ടും ചെറുത്. ഇങ്ങനെ റിലാക്സേഷൻ അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതെ ഇത് കണ്ടോ, ഇത് വീണ്ടും ചെറുതാണ് ഇവിടെ. ഇപ്പോൾ എന്തായാലും വീണ്ടും ചെരുപ്പിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വരിക എന്ന് പറയുന്നത് ഈ മീഡിയം സ്റ്റോണിലേക്കാണ് കേട്ടോ. വീണ്ടും മീഡിയം സ്റ്റോണിലേക്കാണ് വരിക. നോക്കിയേ, മീഡിയം സ്റ്റോൺ. അപ്പോൾ അതിൽ കൂടി വീണ്ടും ഇങ്ങനെ നടന്ന് നമ്മൾ ചെന്നെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ചെറിയ സ്റ്റോണിലാണ്. ഞാൻ പറഞ്ഞല്ലോ മീഡിയം സ്റ്റോൺ കുറച്ച് പരന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നോക്കിയേ, അത് കഴിഞ്ഞിട്ടുള്ള ഈ കാണുന്നത് കണ്ടോ, ഇത് തീർത്തും ഈ സ്റ്റോൺ കണ്ടല്ലോ, ചെറിയ സ്റ്റോൺ കണ്ടോ. നോക്കിയേ, ഇത് ചെറിയ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല കേട്ടോ. ഇത് എവിടുന്നോ നല്ലതുപോലെ സെലക്ട് ചെയ്ത് ഏതോ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അതിങ്ങനെ തന്നെ ഒരു കറുപ്പും വെളുപ്പും ബ്രൗണും ഇങ്ങനെ പല രീതിയിലുള്ള ഡിസൈനുകളാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ കഴിയും. ഇത് ഒരു 2 മിനിറ്റോളം മാത്രമേ ഉള്ളൂ കേട്ടോ കറങ്ങി വരാൻ. 2 മിനിറ്റ് തന്നെ എടുക്കുള്ളൂ. പക്ഷേ നമ്മളത് കുറച്ച് സ്ലോയിൽ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സേഷൻ കൂടുതൽ കിട്ടും. ഇവിടെ ബീച്ച് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല ഫുൾ പച്ചപ്പാണ്, പുല്ലുകളൊക്കെ കണ്ടോ, അടിപൊളി. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആ കാണുന്ന ഭാഗത്ത് ഇത് ഇവിടുത്തെ കളിക്കോപ്പുകളൊക്കെ റെൻറ്റിനെടുക്കാൻ പറ്റുന്നതാണ്. മറ്റേ ബാക്കി മറ്റുള്ള കളിക്കോപ്പുകളൊക്കെ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്. അതൊന്നും റെൻ്റൊന്നുമല്ല, അതെല്ലാം ഫ്രീ ആണ്. പിന്നെ കോഫി ഷോപ്പുകൾ, ഐസ്ക്രീം പാർലർ, അതൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കടൽ, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ പോലെ ഇവിടെ ഡെഡ് സീ ആണ്, ഒരു രക്ഷയില്ല, അനക്കമില്ലാതെ കിടക്കുകയാണ്, കായൽ പോലെ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ. നല്ല ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂടത്തും ഈ പുല്ലുകളൊക്കെ വളരെ ഗ്രീനറി ആയിട്ട് അവർ സൂക്ഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം പൈസ ഈ പാർക്കിന് വേണ്ടി അവർ ചിലവാക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇവിടെയുള്ള ഓരോ സാധനങ്ങളിലും ബാർകോഡൊക്കെ ഉണ്ട്, ഓരോ ഇതിലും. ഇവിടെ കസേരകൾ, അംബ്രല്ല, എല്ലാത്തിലും ബാർകോഡ് സഹിതം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കഴിഞ്ഞാൽ അവരത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയാൽ ഇതിലൊക്കെ ഉണ്ട് ബാർകോഡ്, ഇവിടെയൊക്കെ ബാർകോഡ്. ഇതിൻ്റെ ഏതോ ഒരു സൈഡിൽ ബാർകോഡ് ഉണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ബാർകോഡ് ഉണ്ട്, ഓരോന്നിനും ബാർകോഡ് ഉണ്ട്. ഈ കാണുന്ന ചെയറിന് വരയ്ക്കും ബെഞ്ചാണ് കേട്ടോ. ഈ ബെഞ്ചിന് വരയ്ക്കും നോക്കി, അതിനും ബാർകോഡ് ഉണ്ട്. എല്ലാ സാധനങ്ങളും, തെങ്ങുകൾ, പിന്നെ ഉള്ള ഈന്തപ്പനകൾക്ക് എല്ലാത്തിലും ബാർകോഡ് വെച്ചിട്ടുണ്ട്. ചെടികൾ ഇല്ലയെന്ന് തോന്നുന്നു, പക്ഷെ മരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ബാർകോഡ് ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റോയൽ കമ്മീഷനെ അറിയാൻ പറ്റും. ഈ പാത്വേ സെറ്റ് ചെയ്തിരിക്കുന്നത് അൽ നഖീൽ ബീച്ചിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് അൽ നഖീൽ ബീച്ച്.
ഇവിടെ നല്ല വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. ഹാഫ് ആൻ അവറോ 20 മിനിറ്റ്സോ എങ്ങനെയാണ്ട് വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ വിശേഷം അത്ര ചെറുതല്ല, നല്ല വിശേഷമാണ്, നല്ലൊരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. റൊണാൾഡോയെ പോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.